പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ വന്ദനം എല്ലാവരെയും അറിയിക്കുന്നു. ദ മിഷൻസ് ഓഫ് ഗോഡ് മിനിസ്ട്രിയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ പകൽ ചിന്തയ്ക്കായിട്ട് ഒരു വാക്യം വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം. എങ്കിലും നിന്റെ ആദിസ്നേഹം വിട്ടുകളഞ്ഞു എന്ന കുറ്റം നിന്നെ കുറിച്ച് പറയാനുണ്ട്. സ്തോത്രം. യോഹന്നാൻ സ്തോത്രത്തില് പത്മോസ് ദ്വീപിൽ ഇരിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഇറങ്ങി വന്ന് യോഹന്നാനെ ബലപ്പെടുത്തിയതിനു ശേഷം യോഹന്നാനോട് പറഞ്ഞു, ഞാൻ ആദിലും അന്ത്യനും ജീവനുള്ളവനും ആകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെ പാതാളത്തിന്റെ താക്കോൽ എന്റെ കൈവശമുണ്ട്. നീ കണ്ടത് ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിക്കാനിരിക്കുന്നതും എന്റെ വലങ്കൈയിൽ കണ്ട 7 നക്ഷത്രത്തിന്റെ മർമ്മവും 7 പൊൻനിലവിളക്കിന്റെ വിവരവും എഴുതുക. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു. 7 നിലവിളക്ക് 7 സഭകളാകുന്നു എന്ന് കൽപ്പിച്ചു. സ്തോത്രം. ഈ പത്മോസ് ദ്വീപ് എന്ന് പറഞ്ഞാൽ ഡൊമിനേഷ്യൻ ചക്രവർത്തിയുടെ ഒരു തുറന്ന ജയിലായിരുന്നു ഈ പത്മോസ്. സ്തോത്രം. റോമൻ ഗവൺമെന്റ് കുറ്റവാളികളെ നാടുകടത്തിവിടുന്ന ഒരു പ്രദേശമായിരുന്നു പത്മോസ് ദ്വീപ് എന്ന് പറഞ്ഞ. സ്തോത്രം. ആ പത്മോസ് ദ്വീപ് എന്ന് പറഞ്ഞാൽ 10 മൈൽ നീളവും 6 മൈൽ വീതിയുമുള്ള ഒരു പ്രദേശമായിരുന്നു. സ്തോത്രം. അവിടെ ഇരുന്നുണ്ട് അല്ലേലിയ. അവിടെ അതൊരു നല്ലൊരു തുറമുഖമായിരുന്നു. അത് സ്തോത്ര പാറക്കെട്ടുകൾ നിറഞ്ഞു നിന്ന ഒരു ഊഷര ഭൂമിയായിരുന്നു ഈ പത്മോസ് ദ്വീപ് എന്ന് പറഞ്ഞ. സ്തോത്രം. അവിടേക്ക് യോഹന്നാനെ നാട് കടത്തുവാൻ ഇടയായത്. ഡൊമിനേഷ്യൻ ചക്രവർത്തിയാണ് യോഹന്നാനെ നാട് കടത്തിയത്. സ്തോത്രം. ആ നാട് കടത്തി ആ പത്മോസ് ദ്വീപിൽ ഇരിക്കുമ്പോഴാണ് കർത്താവ് അവിടെ ഇറങ്ങി വന്ന. സ്തോത്രം. യോഹന്നാനെ ബലപ്പെടുത്തിയതിനു ശേഷം യോഹന്നാനോട് പറഞ്ഞു, എന്റെ കയ്യിലുള്ള 7 നക്ഷത്രത്തിന്റെയും 7 പൊൻനിലവിളക്കിന്റെയും വിവരങ്ങൾ എഴുതുക. 7 നക്ഷത്രം 7 സഭയാവും. അതിൽ 1-ാമത്തെ സഭയാണ് എഫെസസ് സഭ. എഫെസസ് സഭ എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ പൂർണ്ണ സാന്നിധ്യമുള്ള, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണ പ്രവൃത്തിയുള്ള ഒരു സഭയായിരുന്നു. ഇതിനകത്ത് ഉപദേശകന്മാരുണ്ടായിരുന്നു, പ്രവാചകന്മാരുണ്ടായിരുന്നു, സ്തോത്രമില്ല, അന്യഭാഷ വിവേചിക്കുന്നവരുണ്ടായിരുന്നു, അന്യഭാഷക്കാരുണ്ടായിരുന്നു, സങ്കീർത്തനക്കാരുണ്ടായിരുന്നു. എല്ലാം നിറഞ്ഞ ഒരു സഭയായിരുന്നു എഫെസസ് സഭ. ആത്മാവിന്റെ പൂർണ്ണ ഫലമുള്ള ഒരു സഭയായിരുന്നു. സ്തോത്രം. 100 മേനി വിളയുന്ന ഒരു സഭയായിരുന്നു. സ്തോത്രം. അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിലുള്ള സഭയായിരുന്നു. ഈ സഭ സ്ഥാപിക്കപ്പെട്ടത് പൗലോസാണ്. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തിയിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സ്തോത്രമില്ല. പൗലോസ് അന്ന് സ്തോത്രമില്ല, അത് മൃഗയുദ്ധം കൊന്നുവരുന്ന 15:32 പറയുന്നു, ഞാൻ മൃഗയുദ്ധം ചെയ്ത് ജയിച്ചെന്നു. സ്തോത്രം. അന്നത്തെ കാലഘട്ടത്തിൽ റോമൻ ഗവൺമെന്റ് കുറ്റവാളികളെ അവിടെ വലിയ സ്റ്റേഡിയമുണ്ട്. ആ സ്റ്റേഡിയത്തിന്റെ അകത്ത് ഈ കുറ്റവാളിയെ കൊണ്ട് നിർത്തിയിട്ട് ആ സ്റ്റേഡിയത്തിന് ചുറ്റും മൃഗത്തെ നിർത്തിയിട്ടുണ്ട്. സ്തോത്രമില്ല. അപ്പൊ ഇതിനകത്ത് മൃഗങ്ങളെ നിർത്തിയിട്ട് ഒന്ന് സിംഹം, പുലി, കടുവ, പൂരുകാള, കുത്തുക. സ്തോത്രം. ഇതിനെ നിർത്തിയിട്ടുണ്ട്. അപ്പൊ കുറ്റവാളികളെ ഈ സ്റ്റേഡിയത്തിന് നടുക്കം നിർത്തിക്കൊണ്ട് ഒന്നെങ്കിൽ സിംഹത്തെ, പുലിയെ തുറന്നുവിടും. ഈ കുറ്റവാളി ഈ മൃഗമായിട്ട് പോരാടണം, ജീവന് വേണ്ടി പോരാടുക. ഇത് അവിടുത്തെ രാജാവിനും അവിടുത്തെ പ്രജകൾക്കും ഒക്കെ ഭയങ്കര സന്തോഷമാണ്. ജനങ്ങൾ ടിക്കറ്റ് വാങ്ങി എടുത്തുകൊണ്ടാണ് സ്റ്റേഡിയത്തിൽ വന്ന് കയറുന്നത്. സ്തോത്രം. അവരുടെ ഉത്സവം പോലെയാ. സ്തോത്രം. അപ്പോ സ്തോത്രമില്ല. ഇത് കണ്ടിട്ട് പൗലോസ് പറഞ്ഞ മൃഗയുദ്ധം ചെയ്ത് ജയിച്ച. മൃഗയുദ്ധം എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ യുദ്ധമാണ്. സ്തോത്രം. അല്ലെ മൃഗവുമായിട്ട് പൗലോസ് യുദ്ധം ചെയ്തതിന്റെ കാര്യമല്ല, ആത്മാവിന് യുദ്ധം ചെയ്തു. സ്തോത്രം. അത് ഈ എഫെസസ് ദേശം എന്ന് പറഞ്ഞാൽ അർത്തമിസ് ദേവി ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലമാണ്. സ്തോത്രം. പൈശാശക്തിയുടെ കോട്ടാണ്. സ്തോത്രം. പൗലോസ് മാത്രമല്ല അവിടെ വന്ന് പ്രവർത്തിച്ചത്. അവിടെ പ്രവർത്തിച്ചത് അക്വിലാവും പ്രിസ്കില്ലയും, സ്തോത്രമില്ല, അപ്പോലോസും വന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. കൂടാതെ തിമോഥെയോസും പ്രവർത്തിച്ചിട്ടുണ്ട്. പൗലോസ് 3 സംവത്സര കാലം അവിടെ ആ ദേശത്ത് പ്രവർത്തിച്ച് ആണ് അവിടെ സഭ സ്ഥാപിച്ചത്. സ്തോത്രമില്ല. ആ സഭ സ്ഥാപിച്ചതിനു ശേഷം
തിമോഥെയോസിനെ അവിടുത്തെ ആദ്യത്തെ ശുശ്രൂഷകനായിട്ട് ഏൽപ്പിക്കുവാൻ ഇടയായിരുന്നു. സ്തോത്രം. അപ്പൊ തിമോഥെയോസിനെ ഏൽപ്പിച്ച അപ്പോസ്തലന്മാരുടെ കാലഘട്ടമാണ്. സ്തോത്രം. അപ്പൊ പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുന്ന ഒരു സഭയാണ് ഈ എഫെസസ് സഭ എന്ന് പറഞ്ഞാൽ. ഈ സഭയിലേക്ക് കർത്താവ് നോക്കിയിട്ട് പറയാം, സ്തോത്രം, എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറയാനുണ്ട്. വിശ്വാസിയിൽ ആദ്യ സ്നേഹം ഇപ്പോഴുണ്ടോ? സ്തോത്രം. കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് വിശ്വാസനാനുമറ്റ ആത്മാഭിഷേകം പ്രാപിച്ച ഒരു ദൈവവേദന, ആ ദൈവസ്നേഹം ഇപ്പോൾ നിലനിൽക്കുന്നത്. ഈ എഫെസസ് സഭ എന്ന് പറഞ്ഞാൽ ഭയങ്കര കൃപാവരങ്ങളും നിറഞ്ഞ ഒരു സഭയായിരുന്നു. സ്തോത്രം. കൃപാവരങ്ങളും നിറഞ്ഞ ഒരു സഭയായിരുന്നു. ആ സഭയ്ക്ക് 8 വിധ ഗുണങ്ങളുള്ള ഒരു സഭയായിരുന്നു ഈ എഫെസസ് സഭ എന്ന് പറഞ്ഞാൽ. 8 വിധ ഗുണങ്ങളുണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തെ ഗുണം എന്ന് പറഞ്ഞാൽ അവര് സ്തോത്രം സൽപ്രവൃത്തിക്കാരായിരുന്നു, സൽപ്രവൃത്തി ചെയ്യുന്നവരായിരുന്നു. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് വേണ്ടി പ്രയത്നിക്കുന്നവരായിരുന്നു, നല്ലോണം പ്രയത്നിക്കുന്നവരായിരുന്നു. 3 സഹിഷ്ണുതയുള്ളവരായിരുന്നു. സ്തോത്രം. നല്ല സഹിഷ്ണുതയുള്ളവരാണ് ഈ എഫെസസ് സഭയിലെ വിശ്വാസികൾ. 4 കള്ള അപ്പോസ്തലന്മാരെ തിരിച്ചറിയുന്നവരായിരുന്നു. സ്തോത്രം. കള്ള അപ്പോസ്തലന്മാരെ അവർ തിരിച്ചറിഞ്ഞു വരും. സ്തോത്രം. 5 അഭിമാനിക്കുന്നവരായിരുന്നു. 6 കഷ്ടതയിൽ തളരാതെ ധൈര്യമുള്ളവരായിരുന്നു. 7 കർത്താവിന് വേണ്ടി സഹിച്ചവരായിരുന്നു. 8 ഒളരാത്തവരെ തിരിച്ചറിയുന്നവരായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഗുണമുള്ള ഒരു സഭയായിരുന്നു സഭയിലെ വിശ്വാസികളാണ്. ആ സഭയായിരുന്നു എഫെസസ് സഭ. അപ്പോൾ ഇങ്ങനെയുള്ള ഗുണമുള്ള കർത്താവിന് വേണ്ടി പ്രയത്നിക്കുന്നവരായിരുന്നു, സഹിഷ്ണുതയുള്ളവരായിരുന്നു, സൽപ്രവൃത്തി ചെയ്യുന്നവരായിരുന്നു. സ്തോത്രമില്ല. അഭിമാനിക്കുന്നവരായിരുന്നു. കൊള്ളരുതാത്തവരെ അവര് തിരിച്ചറിയുന്നവരായിരുന്നു. സ്തോത്രം. അവർക്കത് സഹിച്ചുകൂടാ. ആ കൊള്ളരുതാത്തവരെ സഭയ്ക്കകത്ത് ഇല്ല. കാരണം ആത്മാവിന്റെ നിറമുള്ളവരാണ് എല്ലാവരും. അന്യഭാഷ പറയുന്നവരും അന്യഭാഷ വ്യാഖ്യാനിക്കുന്നവരും പ്രവചനം പറയുന്നവരും പ്രൈസുള്ളവരില്ല, ഉപദേശകന്മാരും. അങ്ങനെ ആത്മാവിന്റെ ഫലം നിറഞ്ഞിരുന്ന ഒരു സഭയായിരുന്നു എഫെസസ് സഭ. നല്ല പ്രയത്നം അവർ ചെയ്യുമായിരുന്നു. സ്തോത്രം. സഹിഷ്ണുതയുള്ളവരൊക്കെ ആയിരുന്നു. അങ്ങനെ 8 വിധ ഗുണമുള്ള ഒരു സഭയായിരുന്നു. ഈ സഭയ്ക്കകത്തോട്ടാണ് കർത്താവ് നോക്കിയിട്ട് പറഞ്ഞത്, മനുഷ്യൻ പുറമാണ് നോക്കുന്നത്, ദൈവം അകമാണ് കാണുന്നത്. സ്തോത്രം. ഈ സഭയുടെ അകത്തേക്ക് കർത്താവ് നോക്കിയിട്ട് പറയാം, എങ്കിലും നിന്റെ ആയുസിനേക്കം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറയാറുണ്ട്. സ്തോത്രം. ആയുസിനേക്കം പോകാനുള്ള കാരണം എന്താ? അതിന്റെ 5ാമത്തെ വാക്യത്തിൽ നീ ഏതിൽ നിന്ന് വീണു പോയിരിക്കുന്നു, ദ്രവ്യത്തിൽ വീണു പോയിരിക്കുന്നു. സ്തോത്രം. ദ്രവ്യാഗ്രഹം, പക, പിണക്കം, അഹങ്കാരം, നെഗളിപ്പ്. സ്തോത്രം. ഈ വക കാര്യങ്ങളിൽ നീ വീണു പോയിരിക്കുന്നു. സ്തോത്രം. എന്ന് ഓർത്ത്, ഏതിൽ വീണിരിക്കുന്നു എന്ന് ഓർത്ത് നീ മാനസാന്തരപ്പെടണം. 2ാമത്തെ കാര്യം പറയുന്നത് നീ മാനസാന്തരപ്പെടണം. 3ാമത്തെ കാര്യം പറയുന്നത് നീ ആദ്യത്തെ പ്രവൃത്തി ചെയ്യണം. കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചപ്പോഴുള്ള ആ ആദ്യ സ്നേഹം ഇപ്പോഴില്ല. ആ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയി. സ്തോത്രം. 3 കാര്യത്തിലാണ് നഷ്ടപ്പെട്ടു പോയി. 1 വീണുപോയി, 2 മാനസാന്തരം ഇല്ലാതെ പോയി, 3 നിന്റെ ആദ്യത്തെ പ്രവൃത്തി ഇല്ലാതെ പോയി. അതുകൊണ്ട് ദർശനം നഷ്ടപ്പെട്ടു, അന്യഭാഷ പോയി, പ്രവചനം പോയി, സ്തോത്രം, വ്യാഖ്യാനപരം പോയി, നീതിപ്രവൃത്തി എല്ലാം നഷ്ടപ്പെട്ടു. ഇവ കാര്യങ്ങളെല്ലാം നഷ്ടപ്പെടുവാൻ ഇടയായിരുന്നു. സ്തോത്രം. അതുകൊണ്ട് കർത്താവ് സഭയോട് പറയാം, എഫെസസ് സഭയോട് പറയാം, അല്ല ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കിക്കളയും. സ്തോത്രം. അവിടെ പറയുന്നുണ്ട്, സ്തോത്രമില്ല, ഇത് ജയിച്ചാൽ, നീ മാനസാന്തരപ്പെട്ടാൽ നിനക്ക് ഫലമുണ്ട്. അതായത് ജയിക്കുന്നുണ്ട് ഞാൻ ദൈവത്തിന്റെ പർദീസയിൽ ഉള്ള ജീവവൃക്ഷത്തിന്റെ ഫലം കൊടുക്കും. സ്തോത്രം. ജ്ഞാനികൾക്കേ കൊടുക്കത്തുള്ളൂ. മാനസാന്തരം ഇല്ലാത്തവർ എങ്ങനെ കൊടുക്കും? ആത്മാവിനെ ദുഃഖിപ്പിച്ചവർക്ക്, പരിശുദ്ധാത്മാവിനെ വേദനിപ്പിച്ച, പരിശുദ്ധാത്മാവിനെ തള്ളിക്കളഞ്ഞ ഒരു വ്യക്തിക്ക് എങ്ങനെ ദൈവം ജീവവൃക്ഷത്തിന്റെ ഫലം കൊടുക്കും? ആത്മാവിന്റെ ഫലം നഷ്ടപ്പെട്ടു, തെറ്റ് ചെയ്തിരിക്കുന്നു, നീ വീണു പോയിരിക്കുന്നു. അതുകൊണ്ട് നിനക്ക് ആത്മാവിന്റെ ഫലം ലഭിക്കത്തില്ല. പക്ഷെ നീ മടങ്ങി വന്നാൽ ദൈവം നിനക്ക് ആത്മാവിന്റെ ഫലം തരും. ഈ സഭയ്ക്ക്
9 വിധ ദോഷമുണ്ടായിരുന്നു. 9 വിധ ദോഷമുള്ള ഒരു സഭയായിരുന്നു ഈ എഫെസസ് സഭ. സ്തോത്രം. അതിൽ ഒന്നാമത്തെ ദോഷം അവിശ്വാസം. അവിശ്വാസം ഉണ്ടായിരുന്നു ഈ സഭയ്ക്കകത്ത്. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ അനനിയാസ് സഫീറൻ തന്റെ സ്ഥലം വിറ്റ്, സ്തോത്രമല്ലേരിക, അവര് അതിൽ സഫീറുടെ വാക്ക് കേട്ടിട്ട് അനനിയാസ് കുറെ സാമ്പത്തികം എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ബാക്കി കുറച്ചെടുത്ത് അപ്പോസ്തലന്മാരുടെ കാൽച്ചോട്ടി കൊടുത്തപ്പോ പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിന്ന പത്രോസ് പറഞ്ഞു, അനനിയാസെ, നീ പരിശുദ്ധാത്മാവിനോട് വ്യാജം ചെയ്തിരിക്കുന്നു. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി അതിന്റെ 5-ാം അധ്യായത്തിലാണ്. സ്തോത്രം. പരിശുദ്ധാത്മാവിനോട് നീ വ്യാജം ചെയ്ത് കാണിക്കാനും സ്തോത്രലില് നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വെപ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്താ? അത് വിൽക്കും മുമ്പേ നിന്റേതായിരുന്നില്ലയോ? വിറ്റ ശേഷം നിന്റെ കൈവശം അല്ലാഞ്ഞോ? ഈ കാര്യത്തിന് നീ മനസ്സ് വെച്ചത് എന്ത്? മനുഷ്യരോടല്ല ദൈവത്തോടത്ര നീ വ്യാജം കാണിച്ചത് എന്ന് പറഞ്ഞു. ഈ വാക്ക് കേട്ടിട്ട് അനന്യാസ് വീണ് പ്രാണൻ വിട്ട്. ഇത് കേട്ടവർ എല്ലാവർക്കും മഹാൻ ഭയമുണ്ടായി. സ്തോത്രം. അപ്പം പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു സഭയായിരുന്നു. അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിലുള്ള സഭയായിരുന്നു. ആ സഭയ്ക്കകത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞ ആ സഭയ്ക്കകത്താണ് വ്യാജം കാണിച്ചത്. അവിശ്വാസം. സഭയ്ക്കകത്ത് അവിശ്വാസം. സ്തോത്രം. അപ്പൊ ദശാംശം കൊടുക്കേണ്ട എത്ര കിട്ടിയെങ്കിലും അതിന്റെ കറക്റ്റ് ദശാംശം കൊടുക്കുന്നുണ്ടോ? നമ്മൾ ദൈവത്തിന് വേണ്ടി കൊടുക്കണം. ദൈവത്തിന് വേണ്ടി കൊടുത്തെങ്കിലേ ദൈവം പ്രസാദിക്കത്തുള്ളൂ. നമ്മൾ കൊടുക്കേണ്ടത് കൊടുക്കണം. കൊടുക്കാതെ അത് പിടിച്ചു വെച്ചുകൊണ്ടിരിക്കരുത്. അത് ഞാൻ മക്കൾക്ക് വേണ്ടി ഇട്ടിരിക്കുന്ന, അത് ഇന്ന ആവശ്യത്തിന് വേണ്ടിയിരിക്കുന്ന, ഇന്ന ആവശ്യത്തിന് അതല്ല. ദൈവത്തിന് കൊടുക്കാനുള്ള ഓഹരി ദൈവത്തിന് കൊടുക്കണം. പ്രൈസ് ലോർഡ്. എങ്കിലേ ദൈവം അനുഗ്രഹിക്കത്തുള്ളൂ, തലമുറ അനുഗ്രഹിക്കത്തുള്ളൂ. ഇവിടെ ഈ സഭയ്ക്കകത്ത് അവിശ്വാസം കാണിച്ചു അനന്യാസ് സഫീറെ. അവരുടെ നിലം വിറ്റതിനു ശേഷം എന്തെങ്കിലും ഭാര്യയുടെ വാക്ക് കേട്ടിട്ട. സ്തോത്രം. അത് വിലയിൽ കുറെ എടുത്തു മാറ്റിവെച്ചു. സ്തോത്രം. അന്നച്ചാണ് അപ്പോസ്തലന്മാരുടെ കാൽച്ചോട്ടി കൊണ്ടുവച്ചത്. അപ്പൊ വ്യാജം കാണിച്ചത് കൊണ്ട് അപ്പോസ്തലന്റെ വായിൽ നിന്നത് വാക്ക് നിമിത്തം അനന്യാസ് താഴെ വീണ് പ്രാണൻ വെടിയുവാനായിട്ട് ഇടയായിട്ടു. സ്തോത്രം. അപ്പൊ നമ്മൾക്ക് പർദീസ, നമ്മുടെ സ്തോത്രത്തിലെ നിത്യരാജ്യം, സ്വർഗരാജ്യം നമുക്ക് നഷ്ടപ്പെടുവാനായിട്ട് ഇടയായിത്തീരരുത്. അവിശ്വാസം കാണിക്കരുത്. ദൈവസഭയ്ക്കകത്ത് അവിശ്വാസം കാണിക്കരുത്. ദൈവസഭയ്ക്കകത്ത് അവിശ്വാസം, സഭ ദൈവത്തിന്റെ കർത്താവിന്റെയാണ്. അപ്പൊ സഭയ്ക്കകത്ത് അവിശ്വാസം കാണിച്ചു കഴിഞ്ഞാല് നിത്യത നമുക്ക് നഷ്ടപ്പെടും. നമ്മുടെ പ്രതിഫലം നമുക്ക് ഉണ്ട്. നമ്മുടെ പ്രതിഫലം എന്ന് പറഞ്ഞാല് ജീവവൃക്ഷത്തിന്റെ ഫലമാണ്. ആ ജീവവൃക്ഷത്തിന്റെ ഫലം നമുക്ക് നഷ്ടപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. അപ്പോൾ നമ്മൾ ക്രമീകരണമുള്ളവരായിരിക്കണം, വിശ്വാസമുള്ളവരായിരിക്കണം. സ്തോത്രമില്ല. ഇത് അവിശ്വാസം കാണിച്ചതുകൊണ്ടാണ് അനന്യാസിന്റെ പ്രാണൻ നഷ്ടപ്പെടുവാനും സഫീറയുടെ പ്രാണൻ നഷ്ടപ്പെടുവാനായിട്ട് ഇടയായി തീർന്നത്. സ്തോത്രം. ദൈവസേനയിൽ അവിശ്വാസം കാണിച്ചു. സ്തോത്രം. അതാണ് ഒന്നാമത്തെ പോരായ്മ സഭയ്ക്കുള്ളത്. രണ്ടാമത്തെ പോരായ്മ എന്ന പിറുപിറുപ്പ്. അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായം അതിന് 1 മുതൽ വായിക്കുമ്പോൾ സ്തോത്രമില്ല, അനേക വിധവന്മാരെ പരിചരിക്കേണ്ടത് അപ്പോസ്തലന്മാരുടെ ശിഷ്യന്മാരുടെ അവകാശമായിരുന്നു. എങ്കിൽ പോലും അതിനകത്ത് യവനക്കാരും എബ്രായക്കാരും തമ്മിൽ പിറുപിറുത്തു. സ്തോത്രം. ഇതാരും ഇങ്ങനെ നടത്തും? വിധവന്മാരെ പോഷിപ്പിക്കേണ്ട സഭയുടെ കടമയാണ്. സ്തോത്രം. അപ്പോ എന്ത് ചെയ്തു? ഇവരെ തെരഞ്ഞെടുത്തവരാ. അവരെന്ത് ചെയ്തു? സ്തോത്രം. തമ്മിൽ പിറുപിറുത്തു. യവന ഭാഷക്കാരും എന്ന് പറഞ്ഞാൽ ഗ്രീക്കുകാരും, അവരും എബ്രായ ഭാഷക്കാരും തമ്മിൽ വാക്കുതർക്കം നടത്തി. സഭയ്ക്കകത്ത് പിറുപിറുപ്പ് നടത്തി. സ്തോത്രം. പിറുപിറുപ്പ. അവർ തമ്മിൽ പിറുപിറുപ്പ. സ്തോത്രം. ദിനം പ്രതി. സ്തോത്രം. അതിനൊന്നും വേണ്ടി സ്തോത്രമില്ല. ആ വിധവന്മാരെ ദിനം പ്രതി ശുശ്രൂഷിക്കേണ്ടതിന് ശിഷ്യന്മാരുടെ ഇടയില് ആത്മാവും ജ്ഞാനവുമുള്ള 7 പേരെ അവർ അപ്പോസ്തലന്മാർ തെരഞ്ഞെടുത്തു ദിനം പ്രതി അവരെ ശുശ്രൂഷിക്കേണ്ടതിന്. അപ്പൊ എന്താ? പിറുപിറുപ്പ് മൂലമാണ് സഭയ്ക്കകത്ത പിറുപിറുപ്പ്, ദൈവസേനയുള്ള പിറുപിറുപ്പ്. സ്തോത്രം.
അതെന്ത് ചെയ്യും? ഹല്ലേലൂയ. അത് നമുക്ക് ദൈവരാജ്യം നമുക്ക് നഷ്ടപ്പെടുവാനായിട്ട് ഇടയായി തരും. നമ്മുടെ പ്രതിഫലം നഷ്ടപ്പെടുവാനായിട്ട് ഇടയായി തരും. പ്രൈസ് ദി ലോർഡ്. പിറുപിറുപ്പ്. മൂന്നാമതാണ് വാക്കുതർക്കം. സ്തോത്രം. അപ്പോസ്തലപ്രവൃത്തി 15-ാം അധ്യായത്തില് യോഹന്നാൻ അപ്പോസ്തലനായ പൗലോസ് സുവിശേഷം അറിയിച്ച് അറിയിക്കുന്നവരെ വിശ്വാസസ്നാനം ഏൽപ്പിക്കുകയും ചെയ്തു പോരുന്നു. സ്തോത്രം. എന്നാൽ ആ കൂട്ടത്തെ അന്നത്തെ സഭയ്ക്കകത്ത് പരിശുദ്ധന്മാർ അവര് മാനസാന്തരപ്പെട്ടിട്ടില്ല. അവര് വന്നിട്ട് അല്ലെങ്കിൽ നിനക്ക് നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ സ്നാനമല്ല, മോശയുടെ ന്യായപ്രമാണ പ്രകാരം നിങ്ങൾ പരിശോധനയേക്കണം. അപ്പൊ അപ്പോസ്തലനായ പൗലോസ് സ്നാനപ്പെടുത്തുന്ന വ്യക്തികളെ പരിശുദ്ധന്മാർ വന്ന് പരിശോധന ഏൽപ്പിക്കുക. അങ്ങനെ വാക്കുതർക്കമായി യെരുശലേം കൗൺസിലിലേക്ക് ചെന്ന് ഇത് എന്തൊരു വാക്കുതർക്കത്തല്ല, യെരുശലേം കൗൺസിൽ വന്നു. അങ്ങനെ വാക്കുതർക്കം ഉണ്ടായ ഒരു സഭയാണ് എഫെസസ് സഭ. സ്തോത്രം. സഭയ്ക്കകത്ത വാക്കുതർക്കം, തമ്മിലുള്ള വാക്കുതർക്കം. സ്തോത്രം. തമ്മിൽ പൊറുക്കാവുന്നതേ ഉള്ളൂ, പക്ഷേ വാക്കുതർക്കം, സഭയ്ക്കകത്ത വാക്കുതർക്കം. പ്രൈസ് ദി ലോർഡ്. നാലാമത്തെ കാര്യം അവരുടെ പോരായ്മയാണ് ക്രിസ്തീയ അടിസ്ഥാനത്തിന്റെ ഉപദേശത്തിന്റെ അയവ്. മാനസാന്തരമില്ലാതെ സ്നാനപ്പെടുത്തുക. സ്തോത്രം. മാനസാന്തരമില്ലാതെ സ്നാനപ്പെടുത്തുക. 2, മാനസാന്തരമില്ലാതെ കർത്തൃമേശയിൽ കൈ നീട്ടുക. അയവാണ്. 11 പറയുന്നത്, നിങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചതിന് ശേഷം എന്ത് ചെയ്യണം? കർത്തൃമേശയിൽ കൈ നീട്ടണം. ഇല്ലെങ്കിൽ നിങ്ങൾ ബലഹീനരും രോഗികളും നിദ്ര പ്രാപിക്കുന്ന 11 പറയുന്നത്. പക്ഷെ അതൊന്നുമില്ല. കാരണം അതിന്റെ അയവ് വരുത്തിരിക്കുക. അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിൽ അയവ് വന്നു. സ്തോത്രം. കർശനമില്ല. അയവ് വന്നുകൊണ്ട് കൂട്ടായ്മ ആചരിക്കുവാൻ ബന്ധപ്പെടുന്നു. സ്തോത്രം. പിന്നെ പ്രാർത്ഥനയ്ക്ക് എന്ത് ചെയ്യാം? പങ്കെടുക്കാൻ മടിക്കുന്നു. ഉപദേശത്തിന്റെ അയവ് വന്നുകൊണ്ടാ, സഭയ്ക്കകത്ത് അയവ് വന്നുകൊണ്ടാ. സ്തോത്രം. അതുകൊണ്ടാണ് എന്തും ചെയ്യുന്നത്. സ്തോത്രമില്ല. അതുകൊണ്ട് എന്തുകൊണ്ട് സഭയ്ക്കകത്ത് പരിശുദ്ധാത്മാവിന് ഒരു പ്രവൃത്തിയുമില്ല. ഉപദേശത്തിൽ അയവ് വന്നുകൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. അതിന്റെ 5ാമത്തെ പോരായ്മയാണ് ഐക്യതക്കുറവ്. അപ്പോസ്തലപ്രവൃത്തി 1 വരുന്നത് 10-ാം അധ്യായത്തില് 1:10 മുതൽ സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരും ഒന്നു തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭാവിക്കാതെ ഏക മനസ്സിനും ഏകാഭിപ്രായത്തിനും യോജിച്ചിരിക്കുകയും വേണമെന്ന് ഞാൻ നിങ്ങളെ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമം ചൊല്ലി പ്രബോധിപ്പിക്കുന്നു. അപ്പൊ ഈ സഭയ്ക്കകത്ത് ഐക്യതക്കുറവുണ്ട്. സ്തോത്രമില്ല. ഐക്യതക്കുറവ്. പക്ഷം തിരിഞ്ഞു നിൽക്കുക. സഭയ്ക്കകത്ത് പക്ഷം തിരിഞ്ഞു നിൽക്കുക. സ്തോത്രം. എന്താ ഇവിടെ പക്ഷം തിരിഞ്ഞു നിൽക്കുക? നിങ്ങൾ ഓരോരുത്തരും, ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ അപ്പോലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ കേഫാവിന്റെ പക്ഷക്കാരൻ, ഞാൻ യേശു ക്രിസ്തുവിന്റെ പക്ഷക്കാരൻ എന്നിങ്ങനെ പറഞ്ഞു. സ്തോത്രം. അപ്പൊ സഭയ്ക്കകത്ത് പക്ഷം തിരിവ്, തമ്മിൽ ചേരി തിരിഞ്ഞിരിക്കുക. ദൈവത്തിന്റെ പ്രവൃത്തിയില്ല, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയില്ല. ദർശനം നഷ്ടപ്പെട്ടു, വ്യാഖ്യാനം നഷ്ടപ്പെട്ടു, പ്രവചനം നഷ്ടപ്പെട്ടു, രോഗസൗഖ്യമില്ല. എല്ലാവരും രോഗിയായിക്കൊണ്ടിരിക്കുക. കാരണം എന്താ? ഐക്യതയില്ല. സഭയ്ക്കകത്ത് ഐക്യതയില്ല. എഫെസസ് സഭയ്ക്കകത്ത് ഐക്യതയില്ലെന്ന് പരിശുദ്ധ ദൈവത്തിന്റെ ആത്മാവ് ബോധിപ്പിക്കുക. എങ്ങനെ ബോധിപ്പിക്കുന്നേ? നീ ഏത് വീടിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അപ്പൊ കർത്താവ് യേശു, നീ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ഞാൻ വരികയും നിന്റെ നിലവിളപ്പോടുകൂടി അതിന്റെ നിലയിൽ നിന്ന് മാറ്റിക്കളയുമെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ നിനക്ക് പ്രതിഫലം നഷ്ടപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. എന്താ കാര്യം? സ്തോത്രം. ഐക്യതയില്ലാത്തതുകൊണ്ടാണ്. തമ്മിൽ ഐക്യതയില്ല. സഭയ്ക്കകത്താണേലും സംഘടനയ്ക്കകത്താണേലും പ്രാർത്ഥനയിലാണേലും കൂട്ടായ്മയ്ക്കകത്താണേലും ഐക്യതയില്ല. ഐക്യത ഉണ്ടെങ്കിൽ മാത്രമേ ദൈവപ്രവൃത്തി വെളിപ്പെടുള്ളൂ.
ഐക്യതയില്ലെന്നുണ്ടെങ്കിൽ ദൈവപ്രവൃത്തി വെളിപ്പെടത്തില്ല. അപ്പൊ ഈ സഭയ്ക്കകത്തെ അഞ്ചാമത്തെ പോരായ്മയാണ് ഐക്യതക്കുറവ്. സ്തോത്രമില്ല. ആറാമത്തേതാണ് ദുർനടപ്പ്. സ്തോത്രമില്ല. 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദുർനടപ്പുണ്ട്. സഭയ്ക്കകത്ത് അപ്പന്റെ ഭാര്യ മകൻ വെച്ചുകൊണ്ടിരിക്കുന്നു. സ്തോത്രമില്ല. ദുർനടപ്പാണ്. സ്തോത്രം. അവിടെ പറയുന്ന ഒരുത്തൻ തന്റെ അപ്പന്റെ ഭാര്യയെ വെച്ചു കൊള്ളുന്നത് പോലെ ഈ ജാതികളിൽ പോലും ഇല്ലാത്ത ദുർനടപ്പ് തന്നെ. ദുർനടപ്പ് സഭയ്ക്കകത്ത് നടക്കുക. ദുർനടപ്പ. സ്തോത്രം. അപ്പോൾ എന്ത് ഹല്ലേലൂയ, ഈ ദുഷ്കർമ്മങ്ങൾ ചെയ്തവനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കുവാൻ തക്കോണം നിങ്ങൾ ദുഃഖിച്ചിട്ടുമില്ല. ഞാനോ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് കൂടെയുള്ളവനായി നിങ്ങളുടെ മധ്യ ഇരിക്കുന്നവനായി തന്നെ. സ്തോത്രമില്ല. അപ്പോൾ എന്താ സ്തോത്രം? അപ്പൊ ദുർനടപ്പുണ്ട് സഭയ്ക്കകത്ത്. ദൈവസഭയാണ്, കർത്താവിന്റെ സഭ തന്നെയാണ്. പക്ഷെ സഭയ്ക്കകത്ത് ദുർനടപ്പ് നടക്കുന്നുണ്ട്. സ്തോത്രം. അപ്പൊ അതിന്റെ ആറാമത്തെ കാര്യമാണ് ദുർനടപ്പ്. ഏഴാമത്തെ കാര്യം വിഗ്രഹാർപ്പിതം തിന്നുക. 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിക്കും. എന്താ വിഗ്രഹാർപ്പിതം തിന്നുക. അവര് അന്നത്തെ സഭയ്ക്കകത്ത് സ്തോത്രമില്ല, എല്ലാരും മറ്റും വിശ്വാസികളല്ല, എന്നാൽ ദൈവത്തെ വിശ്വസിക്കുകയും പ്രാർത്ഥനയ്ക്ക് വരികയും ചെയ്യും. എന്നാൽ അവരെന്ത് ചെയ്യുന്നുണ്ട്? അമ്പലത്തിൽ പോയി വഴിപാടുകളും നേർച്ചകളും ഒക്കെ കൊടുക്കുകയും കഴിക്കുകയും ചെയ്യുന്നുണ്ട്. വിഗ്രഹാർപ്പണം കഴിക്കുകയും ചെയ്യുന്നു. അവരൊക്കെ ഈ സഭയ്ക്കകത്ത് വരുന്നുണ്ട്. സ്തോത്രം. അതാണ് 8-ാമത്തേത്. വിഗ്രഹാർപ്പണം കൂടെ കാര്യം പറഞ്ഞാലോ നമുക്ക് എല്ലാവർക്കും അറിവ് ഉണ്ട് എന്ന് നമുക്കറിയാം. പ്രൈസറില്ല. അപ്പം വിഗ്രഹാർപ്പണം തിന്നുന്നത് സ്തോത്രമില്ല. അവിടെ പറയുന്നു സ്തോത്ര അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ അവരുടെ മനസാക്ഷി ബലഹീനമായാൽ മലിനമായി തീർന്നു. എന്നാൽ ആഹാരം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നില്ല. തിന്നാഞ്ഞാൽ നമുക്ക് നഷ്ടമില്ല, തിന്നാൽ ആദായവുമില്ല. എന്നാൽ നിങ്ങളുടെ ഈ സ്വാതന്ത്ര്യം ബലഹീനന്മാർക്ക് യാതൊരു വിധത്തിലും തടകൽ ആയി വരാതിരിക്കാൻ നോക്കുവിൻ. അപ്പൊ ഉപദേശിക്കുന്നത് തന്നെ വിഗ്രഹാർപ്പണം അമ്പലത്തിലെ സ്തോത്രമില്ല പോയതിന് എന്താ സ്തോത്രമില്ല. നീ ക്ഷേത്രത്തിൽ ഭക്ഷണത്തിന് ഇരിക്കുന്നത് ഒരുത്തൻ കണ്ടാൽ ബലഹീനനെങ്കിൽ അവന്റെ മനസാക്ഷി വിഗ്രഹാർപ്പണം നിങ്ങളെ തിന്നുവാൻ തക്കോണം ഉറയ്ക്കുന്നില്ലയോ? സ്തോത്രമില്ല. അപ്പൊ നീ ഉപദേശിക്കുകയും വിഗ്രഹാർപ്പണം തിന്നുകയും ചെയ്ത ഒരു ബലഹീനൻ വന്ന ഒരു വിശ്വാസി വന്ന് ഇത് കണ്ടാല് അവൻ എന്ത് ചെയ്യും? സ്തോത്രമില്ല. നിശ്ചയമായും അവൻ പ്രാർത്ഥനയ്ക്കും വരും, എന്നാൽ വിഗ്രഹാർപ്പണം തിന്നുകയും ചെയ്യും. അവൻ ബലഹീനനായി പോകാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? നീ ജ്ഞാനമുള്ളവനായിരിക്കണം. സ്തോത്രം. അപ്പൊ വിഗ്രഹാർപ്പണം തിന്നുന്നവരുണ്ടല്ല. കാരണം അവിടെ അർത്തമിസ് ദേവി ക്ഷേത്രമുള്ളതാണ്. അവിടെ അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് അർത്തമിസ് ദേവി ക്ഷേത്രത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവിടെ പോകുന്നവര് സഭയ്ക്കകത്ത് വരുന്നുണ്ട്. നീ ഉപദേശിക്കുകയും നീ ആ വിഗ്രഹാർപ്പണം തിന്നുകയും ചെയ്ത് കഴിഞ്ഞാൽ ബലഹീനനായ വിശ്വാസത്തിന്റെ കാര്യം എങ്ങനെ എത്തിയും? അവരവിടെ പോയിട്ട് വിഗ്രഹാർപ്പണം കഴിച്ച് അവിടെ പോയി അന്നിച്ച് സഭയിൽ വരികയും ചെയ്യും. അന്നിച്ച് അമ്പലത്തിൽ പോയി അവര് എന്ത് ചെയ്യും? സ്തോത്രമില്ല, വിഗ്രഹാർപ്പണം കഴിക്കുന്ന അവിടെ നേർച്ചകളും കാഴ്ചകളും കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവർ സഭയ്ക്കകത്ത് വരുന്നുണ്ട് അന്നത്തെ കാലഘട്ടത്തിൽ. സ്തോത്രം. അപ്പൊ വിഗ്രഹാർപ്പണം തിന്നുന്നത് ദൈവീകമല്ല. സ്തോത്രം. ആകാശത്തിന് കീഴ് ഭൂമിക്ക് മീതെ ഭൂമിക്കടിയില് വിഗ്രഹങ്ങൾ ഉണ്ടാക്കരുത്, അതിനെ നമസ്കരിക്കരുത്. സ്തോത്രം എന്ന് കർത്താവായ ദൈവം കൽപ്പന കൊടുത്തിട്ടുണ്ട്. സ്തോത്രം. അപ്പൊ ഇത് തിരിഞ്ഞു പോകുന്നതിന്റെ കാരണം എന്താ? മാനസാന്തരമില്ലാത്തതുകൊണ്ടാണ് തിരിഞ്ഞു പോകുന്നത്, പഴയതിലേക്ക് പോകുന്നത്. സ്തോത്രം. പഴയത് വിട്ടേക്ക് വന്ന വീണ്ടും പഴയതിലേക്ക് പോകാൻ കാരണം ഉപദേശത്തിന്റെ അയവ് നിമിത്തമാണ്, മാനസാന്തരമില്ലാത്തതുകൊണ്ടാണ്, ദുർനടപ്പ് നിമിത്തമാണ്. സ്തോത്രമില്ല. ഐക്യതയില്ലാത്തതുകൊണ്ടാണ്, നിന്റെ പിറുപിറുപ്പ് നിമിത്തമാണ്, നിന്റെ അവിശ്വാസം നിമിത്തമാണ് നീ പുറകോട്ട് പോകുന്നത്. നീ വിട്ടതിനെ വീണ്ടും പോയി എടുക്കുന്നത്. സ്തോത്രമില്ലേ? അപ്പോൾ ഇതിന്റെ അർത്ഥത്തിൽ വിഗ്രഹാർപ്പണം തിന്നുന്നവരുണ്ടായിരുന്നു. സ്തോത്രം. ഈ സഭയ്ക്കകത്ത്. സ്തോത്രം. അതിന് 8-ാമത്തെ പോരായ്മ എന്ന് പറഞ്ഞാൽ സ്നേഹക്കുറവ്.
സ്നേഹക്കുറവ്. സ്തോത്രം. സ്നേഹമില്ല. അതാണ് കർത്താവ് യേശുക്രിസ്തു മത്തായി സുവിശേഷം 24:12 പറഞ്ഞ്, അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. സ്തോത്രം. ഇത് ആത്മാവിൽ കർത്താവ് ഇത് കണ്ടിട്ട് പറയുന്ന, ആത്മാവിൽ കണ്ടിട്ടാണ് ഇത് പറയുന്നത്. സ്തോത്രം. യോഹന്നാൻ സുവിശേഷം 21:15-17 സ്വർഗാരോഹണത്തിന് മുമ്പേ കർത്താവ് യേശുക്രിസ്തു പത്രോസിനെ ചോദിച്ചു, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? സ്നേഹമാണ് ഏറ്റവും വലുത്. സ്വർഗത്തിൽ സ്നേഹമേ ഉള്ളൂ. അവിടെ പകയ വിദ്വേഷമോ വൈരാഗ്യമോ ഒന്നുമില്ല. അത് നമ്മൾ ഇപ്പോഴേ അത് പ്രാപിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ചെന്ന് ആരെ സ്നേഹിക്കാൻ പറ്റും? ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുമോ? വിശുദ്ധന്മാരെ സ്നേഹിക്കാൻ പറ്റുമോ? അപ്പൊ നമ്മുടെ ഉള്ളിൽ നിന്ന് പകയെല്ലാം വിട്ടുകൊഴിഞ്ഞ് മാറണം. അപ്പൊ സ്നേഹക്കുറവാണ്. സ്തോത്രം. അതാണ് 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തില് സ്തോത്രമില്ല, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളം മാത്രമേ. കൈത്താളമുണ്ട്, പാട്ടും പാടുന്നുണ്ട്, അന്യഭാഷയും പറയുന്നുണ്ട്. പക്ഷെ നിനക്ക് സ്നേഹമില്ലെങ്കിൽ എന്താ? മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ നീ ദൈവത്തെ എങ്ങനെ സ്നേഹിക്കും? തന്റെ സഹോദരനോട് സഹോദരനെ സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ നീ ദൈവത്തെ എങ്ങനെ സ്നേഹിക്കും? സഭയെ എങ്ങനെ സ്നേഹിക്കും? പ്രൈസ് ദി ലോർഡ്. അപ്പൊ നീ അന്യഭാഷയും പറയുന്നുണ്ട്, കൈത്താളം പഠിക്കുന്നുണ്ട്, കൈത്താളം കൊണ്ട് അന്യഭാഷയും പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് സ്നേഹമില്ലെങ്കിൽ എന്ത് ചെയ്യും? പ്രൈസ് ദി ലോർഡ്. അപ്പൊ സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ എന്നാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. മറ്റുള്ളവരെ സ്നേഹിക്കാൻ പഠിക്കണം, മറ്റുള്ളവരെ ബഹുമാനിക്കാൻ പഠിക്കണം, മറ്റുള്ളവരെ ആദരിക്കാൻ പഠിക്കണം, മറ്റുള്ളവർക്ക് വേണ്ടി നീതിപ്രവൃത്തി ചെയ്യാൻ പഠിക്കണം. സ്തോത്രം. മറ്റുള്ളവരെ ദൈവത്തെങ്കിലേക്ക് കൂട്ടാൻ ഉത്സാഹിക്കണം, മറ്റുള്ളവരെ ആ ദൈവസന്നിധി സഹിഷ്ണുതയുള്ളവരായി മാറ്റണം. സ്തോത്രം. എങ്കിൽ മാത്രമേ ആ സ്നേഹത്തിന്റെ വില എന്തെന്ന് മറ്റുള്ളവരെ അറിയാൻ പറ്റൂ. ഇത് കയ്പും വിദ്വേഷവും വൈരാഗ്യവും മനോഭാവവും ഉള്ളിൽ വെച്ചിട്ട് നടന്നു കഴിഞ്ഞാല് മറ്റുള്ളവരെ എങ്ങനെ സ്നേഹിക്കാൻ പറ്റും? സഭയെ എങ്ങനെ സ്നേഹിക്കും? വിശ്വാസികളെ എങ്ങനെ സ്നേഹിക്കും? സ്തോത്രം. ദൈവത്തെ എങ്ങനെ സ്നേഹിക്കും? പരിശുദ്ധാത്മാവിനെ എങ്ങനെ സ്നേഹിക്കും? വചനം എങ്ങനെ സ്നേഹിക്കും? അപ്പൊ സ്നേഹമില്ലെങ്കിൽ നീ അന്യഭാഷ പറഞ്ഞാലും, നീ കൈത്താളത്തോട് അന്യഭാഷ പറഞ്ഞു എന്ന് പറഞ്ഞാലും നിനക്ക് നിന്റെ ചിലമ്പുന്ന ചെമ്പോ മുടങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. സ്തോത്രമില്ല. അവിടെ വചനം പറയുന്ന സ്തോത്രമില്ല. സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല. പ്രവചനപരമോ അത് നീങ്ങിപ്പോ, ഭാഷാപരമോ അത് നീങ്ങിപ്പോ, ജ്ഞാനമോ അത് നീങ്ങിപ്പോ. അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു. പ്രൈസറുക. അപ്പൊ സ്നേഹം ഇല്ല എങ്കിൽ നീ പ്രവചിച്ചിട്ടോ, അന്യഭാഷ പറഞ്ഞിട്ടോ, കൈത്താളം വിട്ടിട്ടോ, സ്തോത്രം, ഇതൊന്നും ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. അത് സഭയുടെ പോരായ്മയാണ്. സഭയുടെ പോരായ്മയാണ് സ്നേഹക്കുറവ്. സ്നേഹമില്ലെങ്കിൽ മറ്റുള്ളവരെ എങ്ങനെ സ്നേഹിക്കും? സ്നേഹമില്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി എന്താ കരുതും? അപ്പൊ സ്നേഹം പോയാൽ നിന്റെ പ്രതിഫലം പോയി. സ്നേഹം പോയാൽ നീ മാനസാന്തരപ്പെട്ടിട്ടില്ല. സ്തോത്രം. സ്നേഹം പോയാൽ നീ വീട് പോയിരിക്കുന്നു. സ്നേഹം പോയാൽ നിന്റെ പ്രവൃത്തി നഷ്ടപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ ഈ സഭയുടെ പോരായ്മ എന്ന് പറഞ്ഞാൽ 8ാമത്തെ പോരായ്മ സ്നേഹക്കുറവായിരുന്നു. സ്തോത്രം. സ്നേഹക്കുറവ്. ഉദാഹരണത്തിന് ഒരു വിവാഹം കഴിച്ച ഒരു യുവതിയെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ 2-3 ദിവസം കഴിയുമ്പോൾ യുവാവ് പണിക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ വാതിൽപ്പടിക്കൽ നിൽക്കും ഭാര്യ. സ്തോത്രം. കാരണം തന്റെ ഭർത്താവിനോടുള്ള സ്നേഹബന്ധം. അവർക്ക് 1 വർഷം കഴിയുമ്പോൾ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ഭർത്താവ് ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ആദ്യം നോക്കുന്ന ഭാര്യയല്ല, കുഞ്ഞിനെ നോക്കുന്നത്. അപ്പൊ ഭാര്യയുമായിട്ടുള്ള സ്നേഹബന്ധം അകന്നിരിക്കുക. വീണ്ടും അവർക്ക്
അടുത്ത തലമുറ ഉണ്ടായി കഴിയുമ്പോൾ ഭർത്താവ് ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ആദ്യം നോക്കുന്ന മൂത്ത കുഞ്ഞിനെയല്ല, ഭാര്യയല്ല, ഏറ്റവും ഇളയ കുഞ്ഞിനെ. അപ്പോൾ ആ സ്നേഹബന്ധം അകന്നുകൊണ്ടിരിക്കുക. പിന്നെ അപ്പനെ നോക്കണം, അമ്മയെ നോക്കണം, പിന്നെ യേശുവിന്റെ മുഖത്തേക്ക് നോക്കത്തുള്ളൂ. സ്തോത്രം. അപ്പൊ സ്നേഹബന്ധം അകന്നു. അത് സഭയ്ക്കകത്ത് നടന്നുകൊണ്ടിരിക്കുക. നീ കൈത്താളത്തോടുകൂടി അന്യഭാഷ പറയുകയും പ്രവചിക്കുകയും ആ ദർശനമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാലും നിനക്ക് സ്നേഹമില്ല എങ്കിൽ വെറും വ്യാജമാണ്. സ്തോത്രമില്ല, വ്യാജമാണ്. മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, മറ്റുള്ളവരെ ബഹുമാനിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, സ്തോത്രം, മറ്റുള്ളവർക്ക് വേണ്ടി നീതി പ്രവൃത്തി ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിന്റെ ഹൃദയം കഠിനപ്പെട്ടു പോയിരിക്കുക. സ്തോത്രം. അപ്പോൾ അതെന്തോ ആത്മാവാണെന്നുള്ളത് വിവേചിച്ചറിഞ്ഞോണം. പ്രൈസ് വേണ്ടിയാണ്. അത് എട്ടാമത്തെ പോരായ്മ, ഈ സഭയുടെ എട്ടാമത്തെ പോരായ്മയാണ് സ്നേഹക്കുറവ്. സ്തോത്രമല്ലേ. 9ാമത്തെ പോരായ്മ ക്രമപരിപാലനമില്ല. ക്രമം കെട്ടു നടക്കുക. സ്തോത്രമില്ല. 1 കൊരിന്ത്യർ 14-ാം അധ്യായം അതിന്റെ 26 കൊണ്ട് 33 വരെയുള്ള വാക്യങ്ങള്. ആക്കാൽ എന്താ സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്. സകലവും ആത്മീയവർദ്ധനയ്ക്കായി ഉതകട്ടെ. അന്യഭാഷയെ സംസാരിക്കുന്നു എങ്കിൽ 2 പേരോ ഏറിയാൽ 3 പേരോ ആകട്ടെ. ഓരോരുത്തരായി സംസാരിക്കുകയും ഒരുവൻ വ്യാഖ്യാനിക്കുകയും ചെയ്യട്ടെ. സ്തോത്രം. അപ്പൊ അവസാനം പറയുന്ന 33-ാമത്തെ വാക്യത്തിൽ ദൈവം കാലത്തിന്റെ ദൈവമല്ല, സമാധാനത്തിന്റെ ദൈവം അത്രേ. സ്തോത്രം. അപ്പോൾ ഒരുവൻ കൂടി വന്ന ഒരുത്തിന് സങ്കീർത്തനമുണ്ട്. എവിടെ സങ്കീർത്തനം? കുറ്റം വിധിക്കുക. അതാണ് സങ്കീർത്തനം. മറ്റുള്ളവരെ ന്യായം വിധിക്കുക, മറ്റുള്ളവരെ പകയ്ക്കുക, വിദ്വേഷം, വൈരാഗ്യം, ഇതാണ് ഒരാളുടെ സങ്കീർത്തനം. പ്രൈസ് ലോർഡ്. ഇവിടെ എന്താ സങ്കീർത്തനം? ഇവിടെ ക്രമപരിപാലനം നഷ്ടപ്പെട്ടു. ക്രമപരിപാലനമില്ല. 10 മണിക്ക് ആരാധന തുടങ്ങും. 11 മണിക്ക് കയറി വരും. ആശീർവാദം പറയുന്നതുമായിട്ട് ഇറങ്ങിപ്പോകും. ക്രമപരിപാലനമില്ല. ഒരു സഭയ്ക്കകത്ത് എന്ത് ക്രമം ഉള്ളത് എന്ന് മനസ്സിലാക്കിയിട്ടില്ല. അതിന്റെ ക്രമപരിപാലനമില്ല. അത് നഷ്ടപ്പെട്ടു ഈ സഭയ്ക്കകത്ത്. അപ്പൊ 10 മണിക്ക് ആരാധന തുടങ്ങിയ 11 മണിക്ക് ഒരു ആശീർവാദം പറയുന്നതുമായിട്ട് ഇറങ്ങിപ്പോകും. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് സ്തോത്രം, ഇവിടെ പറയുന്ന സ്തോത്രം സങ്കീർത്തനമുണ്ട്. പക്ഷെ എന്തില്ല? സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്. സകലവും ആത്മീയവർദ്ധനയ്ക്കാം. ഒരുവനെ പകച്ചുകൊണ്ട് വന്ന് സങ്കീർത്തനം പറയാൻ പറ്റുമോ? ജീവിതത്തിൽ ഒരു സാക്ഷ്യം വേണ്ടേ? സ്നേഹമില്ല, പക ഉള്ളിൽ വെച്ചുകൊണ്ടിരുന്നാൽ സഭ കൂടുമ്പോൾ അല്ലെ ഒരു കൂടിവരവ് നടത്തുമ്പോൾ അതിനകത്ത് നിങ്ങൾക്കൊരു സങ്കീർത്തനം പറയാനുണ്ടെങ്കിൽ, ദൈവാത്മാവി പറയാനുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് ആത്മീയവർദ്ധന ഉള്ളവരായിരിക്കണം. അല്ലെ സഭയ്ക്കകത്ത് മറ്റുള്ളവരെ കുറ്റം വിധിക്കാനല്ല, വചനം വെച്ച് വെട്ടാനല്ല. സ്തോത്രമില്ല. ആ വചനം വെച്ച് ഉപദേശിക്കുവാനും സ്തോത്രം, അത് വെളിപ്പാടുണ്ടെങ്കിൽ വെളിപ്പാട് പറയാനും അന്യഭാഷ പറയാനും അത് സഭയ്ക്ക് ഉതകുന്നതായിരിക്കണം. മറ്റുള്ളവരെ പകച്ചിട്ട് വന്നിട്ട് അന്യഭാഷ വന്നിട്ട് യാതൊരു കാര്യമില്ല. സ്തോത്രമില്ല. മറ്റുള്ളവരോട് വിദ്വേഷിച്ചിട്ട്, മറ്റുള്ളവരുടെ വൈരാഗ്യ മനോഭാവം മനസ്സിൽ വെച്ചിട്ട് യാതൊരു കാര്യമില്ല. സ്തോത്രമില്ല. അപ്പോൾ ഈ സഭയുടെ 9 വിധ ദോഷങ്ങളാണ് ഇവിടെ ഉള്ളത് ഈ സഭയ്ക്കകത്ത്. സ്തോത്രമില്ല. ഈ സഭ, ഇത് ആദ്യത്തെ സഭ, എഫെസസ് സഭ. സ്തോത്രമില്ല. ഈ സഭയുടെ 9 വിധ ദോഷങ്ങളാണ് ഈ സഭയ്ക്കുള്ളത്. സ്തോത്രമില്ല. ഇപ്പോഴത്തെ സഭ ലവോദിക്ക സഭ. സ്തോത്രമില്ല. 9ാമത്തെ 7 സഭയിലെ അവസാനത്തെ സഭയാണ് ലവോദിക്ക സഭ. ഈ ലവോദിക്ക സഭയ്ക്കകത്ത് ഒന്നുമില്ല. സ്തോത്രമില്ല. അവിടെ പരിശുദ്ധാത്മാവിന് അതിന് കുറ്റം മാത്രമേ പറയാനുള്ളൂ. ഈ സഭയ്ക്ക് കുറ്റം മാത്രമേ ഉള്ളൂ. ലവോദിക്ക സഭയ്ക്ക് കുറ്റം മാത്രമേ ഉള്ളൂ. ഒരു ഗുണവുമില്ല. കാരണം ആദ്യത്തെ സഭ, എഫെസസ് സഭ 100% ഫലം കഴിച്ച സഭയായിരുന്നു. പിന്നെ അത് ഇങ്ങോട്ട് വന്നിട്ട് 60%. പിന്നെ അത് കഴിഞ്ഞിട്ട് 30%. ലവോദിക്ക സഭ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് 1% പോലും ഇല്ല. ആത്മാവിന്റെ ഫലം ഒന്നുമില്ല.
ഈ സഭയ്ക്ക്, ലവോദിക്ക സഭയ്ക്ക് കുറ്റം മാത്രമേ ദൈവത്തിന് പറയാനും. ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞിരിക്കുന്നത്, നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല ശീതോഷ്ണവാനായിരുന്നെങ്കിൽ. സ്തോത്രം. ആ അനിവാര്യ പറയുന്നുണ്ട്, പ്രാർത്ഥനയുണ്ട്, പക്ഷെ ഇതൊന്നും കൊള്ളത്തില്ല. സ്തോത്രമില്ല. ഉഷ്ണവാന ശീത ആയാൽ നിന്നെ എന്റെ വായിൽ നിന്ന് ഉമ്മുന്നു കളയും, ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കും. സ്തോത്രമില്ല. കർത്താവ് പറയുക അതിന്റെ 20-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, ഞാൻ വാതിക്കൽ നിന്നും മുട്ടുന്നു, ഈ ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവരുടെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. പ്രൈസ്. ഇപ്പോഴത്തെ സഭയുടെ വാതിക്കൽ, ഇപ്പോഴത്തെ സഭയ്ക്കകത്ത് ഒന്നുമില്ല. രോഗസൗഖ്യമില്ല, എല്ലാവരും രോഗിയായിക്കൊണ്ടിരിക്കുന്നു. രോഗസൗഖ്യമില്ല, അന്യഭാഷയില്ല, പ്രവചനമില്ല, സ്തോത്രം, ഉപദേശമില്ല, സ്നേഹമില്ല, സന്തോഷമില്ല, സമാധാനം നഷ്ടപ്പെട്ടു. സ്തോത്രം. ഐക്യത പോയി. ഇതെല്ലാം നഷ്ടപ്പെട്ട് കിടക്കുന്ന ഒരു സഭയാണ് ലവോദിക്ക സഭ, ഇപ്പോഴത്തെ സഭ. അതിന്റെ കാരണം എന്താ? ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞു. സ്തോത്രം. അപ്പൊ ധനവാനായതുകൊണ്ടാണ്, അവന്റെ സമ്പത്തുണ്ട്, ധനമുണ്ട്. സ്തോത്രമില്ലേ? അവനൊന്നിനും മുട്ടില്ല. അതാണ് ആമോസ് പ്രവാചകൻ പറയുന്നത്, ആനക്കൊമ്പ് കൊണ്ട് കട്ടിലുണ്ടാക്കി വിശേഷ തൈലം പൂശി ചാരി കിടക്കുക. സ്തോത്രം. സഭ, അതുകൊണ്ട് സഭയെ അടച്ചു കർത്താവ് മൊത്തത്തിൽ സഭ അടച്ചു. കാരണം പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവൃത്തിയുമില്ല, ഒരു ദൈവസ്നേഹമേ ഇല്ല. ദൈവസ്നേഹം നഷ്ടപ്പെട്ടിരിക്കുന്ന സഭയാണ് ലവോദിക്ക സഭ, ഇപ്പോഴത്തെ സഭ. അതുകൊണ്ട് ദൈവം സകല സഭകളും അടച്ചു കളയും. സ്തോത്രം. നിന്റെ വ്യാഖ്യാനം വേണ്ട, നിന്റെ ഉപദേശം വേണ്ട, നിന്റെ ഒരു സങ്കീർത്തനം വേണ്ട, നിന്റെ ഒരു പ്രവചനവും വേണ്ട. സ്തോത്രമില്ല. നിന്റെ ഒരു അന്യഭാഷയും കേൾക്കണ്ട. കാരണം ക്രമീകരണം കെട്ട ജീവിതമായി സഭയ്ക്കകത്ത്. അന്യോന്യ സ്നേഹമില്ല, അന്യോന്യം പകയ്ക്കുക, വിദ്വേഷവും വൈരാഗ്യവും സ്നേഹക്കുറവ്. സ്തോത്രം. ഇതൊന്നുമില്ലാത്തത് കൊണ്ട് കർത്താവ് ലവോദിക്ക സഭ കംപ്ലീറ്റ് മൊത്തം അടച്ചു കളഞ്ഞു. സ്തോത്രം. ഇപ്പൊ സൂമില. സ്തോത്രം. ലവോദിക്ക സഭ ഇപ്പൊ സൂമിലായിരിക്കുക. അതാണ് ആമോസ് പ്രവാചകൻ പറഞ്ഞ, ആ ആനക്കൊമ്പ് കൊണ്ട് കട്ടിലുണ്ടാക്കി വിശേഷ തൈലം പൂശി ചാരി കിടക്കുക. അപ്പൊ ചാരി കിടന്നുകൊണ്ട് സൂമ് കേൾക്കാം, ആഹാരം കഴിച്ചുകൊണ്ട് സൂമിൽ കേൾക്കാം. ഇപ്പൊ സൂമില്ല. ഈ സഭയുടെ കർത്താവ് പറഞ്ഞു, നീ നിർഭാഗ്യവനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനുമാണ്. സ്തോത്രം. അതുകൊണ്ട് സഭ അടച്ചു കളഞ്ഞത്. അതുകൊണ്ടാണ് കർത്താവ് ഈ ലവോദിക്ക സഭ അടച്ചു കളഞ്ഞത്. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തില് 2 സാക്ഷികൾ വരുന്നുണ്ട് മൗനകാലത്തിന്റെ മധ്യത്തില്. സ്തോത്രത്തില്. അപ്പൊ 2 സാക്ഷികൾ സുവിശേഷം പറയുന്നതെല്ലാം സൂമിൽ കാണാം. അത് കിടന്നത് ഇവർക്ക് പറ്റിയത് എന്താ? ധനവാനായിപ്പോയി. എല്ലാം ഉണ്ട്, ജോലിയുണ്ട്, സമ്പത്തുണ്ട്, ഭൂസ്വത്തുണ്ട്, നല്ല വീടുണ്ട്, AC കാറുണ്ട്, മക്കൾക്കെല്ലാം ജോലിയായി, ഒന്നിനൊരു മുട്ടില്ല. പക്ഷെ കർത്താവ് സ്നേഹിക്കുന്നുണ്ട്. കർത്താവ് വാതിക്ക് വന്ന് മുട്ടിക്കൊണ്ടിരിക്കുക. സ്തോത്രമില്ല. കാരണം എല്ലാം ഇവർക്ക് അകത്തുണ്ട്. അതുകൊണ്ടാണ് ആര് കഥവിന് വന്ന് മുട്ടിയാലും കഥ തുറക്കത്തില്ല. സമ്പന്നന. സ്തോത്രം. അതുകൊണ്ട് കഥ തുറക്കുന്നില്ല, എല്ലാം അകത്തുണ്ട്. ചാരിക്കിടന്ന് വചനം കേൾക്കാം. ആനക്കൊമ്പ് കൊണ്ട് കട്ടിലുണ്ടാക്കി, വലിയ കട്ടിലുണ്ടാക്കി, ആർച്ച് പോലത്തെ കട്ടിലുണ്ടാക്കി, അതില് ഒരു തലയണ വെക്കട്ടെടുത്ത് 4 തലയണ വെച്ച് ചാരിക്കിടന്ന് എന്ത് ചെയ്യുക? സൂമിൽ കാണുക. സ്തോത്രം. ചാരിക്കിടന്നാണ്, ആരും കാണുന്നില്ലല്ലോ. വീടിന്റെ അകത്തല്ലേ, സഭയ്ക്കകത്തല്ലല്ലോ. അപ്പൊ ഇപ്പൊ സൂമിലാണ് എല്ലാ പരിപാടികളും. ആഹാരം കഴിച്ചുകൊണ്ട് കേൾക്കാം. പ്രൈസ് ലോർഡ്. എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ പെട്ടെന്ന് അടുക്കളയിലോട്ട് പോകാം, അല്ലെങ്കിൽ വേറൊരു കാര്യത്തിന് പോകാം, എന്തിനു വേണമെങ്കിലും പോകാം. കാരണം ഇവൻ ധനവാൻ, ഇവൻ സമ്പന്നനായിരിക്കും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ, നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാൻ ആകയാൽ നിന്റെ ഞാൻ എന്റെ വായിൽ നിന്നും ഉമ്മെന്ന് കളയണം. ഉമ്മെന്ന് പറയാൻ ശബ്ദിച്ചോ, നീ വാട്ടമുള്ളവല്ല
നീ ചൂടുവെള്ളമല്ല, വാട്ടവെള്ളമല്ല, സ്തോത്രമില്ല. ഇനി ചൂടുവെള്ളമല്ല, നീ തണുത്ത വെള്ളമല്ല, നീ ഒരു മാട്ടവെള്ളമാണ്, സ്തോത്രമില്ല. കാരണം നിന്റെ ദർശനം നഷ്ടപ്പെട്ടു. നീ അന്യഭാഷ പറയുന്നുണ്ട്, പക്ഷെ ഒരു പ്രയോജനമില്ലാത്ത അന്യഭാഷ. പ്രൈസ് ലോർഡ്. അപ്പോൾ അവിടെ കർത്താവ് പറയാ, സ്തോത്രമില്ല, തികച്ചും 5 വിധ സ്തോത്രമില്ല നേരിലുള്ള ഇവരുടെ ആത്മീയ തകർച്ചയാണ് ഇവിടെ കാണിക്കുന്നത്. 5 വിധ ആത്മീയ തകർച്ച ലൗകിക സഭ. സ്തോത്രമില്ല. ഒന്ന് നിർഭാഗ്യവന. നിർഭാഗ്യം എന്ന് പറഞ്ഞാൽ ഹീനന, അധമന. കാരണം എന്താ? ദൈവകൃപ നഷ്ടപ്പെടുത്തിയ. ദൈവകൃപ നഷ്ടപ്പെടുത്തിയവനെ അധമൻ എന്നാണ് വിളിക്കുന്നത്. ദൈവകൃപ പോയി. കാരണം അവൻ സമ്പന്നനാണ്, സ്തോത്രം, ധനവാനായിരിക്കും. ദൈവകൃപ നഷ്ടപ്പെട്ടു. ഒന്നിനും മുട്ടില്ല. രണ്ടാമത് നീ അരിഷ്ടനാണ്. അരിഷ്ടൻ എന്ന് പറഞ്ഞാൽ അവന് സമ്പത്തുണ്ട്, പക്ഷെ ആത്മീയ മണ്ഡലത്തിൽ ഇവൻ വെറും അരിഷ്ടനാണ്, സ്തോത്രം. ഇത് ദയനീയ അവസ്ഥയാണ്. ഒരു ദയനീയ അവസ്ഥയുള്ളവനാണ്, സ്തോത്രം. അരിഷ്ടം എന്ന് പറഞ്ഞാൽ ദയനീയ അവസ്ഥയുള്ളവനാണ്. ആത്മാവിന് ഒരു ഫലവുമില്ല. ഇവൻ സമ്പന്നനാണ്, പക്ഷെ ഇവൻ ആത്മാവിൽ വെറും ദരിദ്രനാണ്, സ്തോത്രം. ദയനീയ അവസ്ഥയിൽ കിടക്കുന്നവനാ, സ്തോത്രം. പിന്നെ ദരിദ്രനാ. ദരിദ്രൻ ആത്മാവിൽ ദരിദ്രനാ. ദാരിദ്ര്യത്തിന്റെ അവസ്ഥയിൽ കിടക്കുക. സമ്പത്തുണ്ട്, ധനവാനുമാണ്, പക്ഷെ ഇവന് ആത്മാവിന്റെ ദരിദ്രനാണ്. ആത്മാവിൽ ദരിദ്രനവൻ, സ്തോത്രം. ആ മണ്ഡലത്തിലേക്ക് ഇവന് ഉയർച്ച പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് 4-മത്തെ സ്തോത്രത്തില് ദർശനം നഷ്ടപ്പെട്ടു പോയ അവസ്ഥ. കുരുടനാണ്, സ്തോത്രം. ആത്മീയ കുരുട് ബാധിച്ചിരിക്കുക. 5, നീ നഗ്നനാണ്. വസ്ത്രം നഷ്ടപ്പെട്ടു. വസ്ത്രം നഷ്ടപ്പെട്ടാണ്. ആത്മീയ വസ്ത്രം നഷ്ടപ്പെട്ടാണ്. വെള്ളവസ്ത്രം നിനക്ക് നഷ്ടപ്പെട്ട. ദൈവം തന്ന പരിശുദ്ധാത്മാവ് വന്ന വസ്ത്രം നീ നഷ്ടപ്പെടുത്തിയതാ. നിന്റെ വസ്ത്രം കറയും ചുളക്കവും വാട്ടവും മാലിന്യം നിറഞ്ഞതാ. ലൗകിക സഭയാ നീ, സ്തോത്രം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു ഹല്ലേലൂയ. അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നീ സമ്പന്നനാകേണ്ടത് നീ തീയിൽ ഊതിക്കഴിച്ച് പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാക്കാത്ത വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പ് നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുമി. പ്രൈസ് ദി സ്തോത്രം. അപ്പൊ എന്ത് വേണം? ഹല്ലേലൂയ. നിന്റെ നഗ്നനും എന്ന് അറിയാതിരിക്കാൻ നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതി കഴിച്ച പൊന്ന് തീയിൽ ഊതി കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ കീടങ്ങളെല്ലാം പോകും. നിന്റെ അകത്തിരിക്കുന്ന കീടമെല്ലാം എടുത്തു കളയാതെ നിനക്കൊരു കാരണവശാൽ ആത്മീയ സമ്പത്ത് വർദ്ധിക്കാൻ പറ്റത്തില്ല, ആത്മീയനാകാൻ പറ്റത്തില്ല. അത് തീയിൽ ഊതി കഴിച്ചെങ്കിൽ മാത്രമേ അത് മാറിപ്പോത്തുള്ളൂ, സ്തോത്രം. ഊതി കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകത്തക്ക വണ്ണം ധരിക്കേണ്ടത് വെള്ളയുടുപ്പ് നിനക്ക് ധരിക്കണം, വെള്ളയുടുപ്പ് ധരിക്കണം, സ്തോത്രം. പിന്നെ പറയുന്നത് സ്തോത്രം, നിനക്ക് കാഴ്ച ലഭിക്കേണ്ട കണ്ണിൽ എഴുതുവാൻ ലേപം എന്നോട് വിലയ്ക്ക് വാങ്ങണം. ഇതെല്ലാം ലഭിക്കണമെങ്കിൽ നിന്റെ പാപപ്രവൃത്തി വിട്ടുമാറണം. അതാ ധനവാൻ വന്ന് കർത്താവിനോട് ചോദിച്ചു, കർത്താവെ ഞാൻ സ്വർഗരാജ്യം പ്രാപിക്കേണ്ടത് എന്ത് വേണം? കർത്താവ് പറഞ്ഞു, നീ എന്റെ പ്രമാണം അനുസരിക്കുന്നുണ്ടോ? കൽപ്പന അനുസരിക്കുന്നുണ്ടോ? നിന്റെ അപ്പനെ അമ്മയെ നീ ബഹുമാനിക്കുന്നുണ്ടോ? അതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. എന്നാൽ നിന്നെപ്പറ്റി ഒരു കുറ്റമുണ്ട്. നിന്റെ സമ്പത്ത് വിറ്റ് നീ ദരിദ്രർക്ക് കൊടുക്കണം. അത് പറഞ്ഞപ്പോ ധനവാൻ തിരിച്ചുപോയി. ഈ ലൗകിക സഭ എന്ന് പറഞ്ഞാൽ സമ്പത്തിന്റെ കാലഘട്ടം. ധനവാന്മാരാ. ലൗകിക സഭയ്ക്കകത്തിലുള്ളതെല്ലാം ധനവാന്മാരാ. അവരുടെ മക്കൾ ജോലി, ഭൂസ്വത്തുകള്, റബ്ബർ തോട്ടങ്ങള്, സ്തോത്രം, ആർഭാടമായ വീട്, ആർഭാടമായ കാറ്, ആർഭാടമായ ജീവിതം, സ്തോത്രം. ഇതൊക്കെ ഈ ലൗകിക സഭയ്ക്കകത്തുള്ള. അതുകൊണ്ട് എന്ത് വേണ്ടി ഇവൻ നഗ്നനും കുരുടനും ചെകിടനും ദരിദ്രനുമായി തീർന്നിരിക്കുക, സ്തോത്രം, അനിഷ്ടനുമായി തീർന്നിരിക്കുക. അവിടെ നീ അന്യഭാഷ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, പ്രവചിച്ചിട്ട് ഒരു കാര്യമില്ല, ഈ കൈത്താളം പഠിച്ചിട്ട് ഒരു കാര്യമില്ല, സ്തോത്രമില്ല. ഇതെല്ലാം ചെലമ്പുന്ന ചങ്ങല പോലെ പ്രൈസറില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്ന ഹല്ലേലൂയ, ദൈവസന്നി വരണം. പ്രൈസറില്ല. ദൈവസന്നി വരാതെ തുടർന്നുള്ള കാലം ഇത് ഫലം ലഭിക്കത്തില്ല, നിത്യത പ്രാപിക്കാൻ പറ്റത്തില്ല. കാരണം നീ നിർഭാഗ്യവനായി പോയി. അത് ആത്മാവിൽ ദരിദ്രന, സ്തോത്രം, ഹീനാവസ്ഥയിലായി കിടക്കുക. പിന്നെ അരിഷ്ടനായി പോയി, ദയനീയ അവസ്ഥയാണ്.
ദരിദ്രനായിപ്പോയി, ആത്മാവിൽ ദരിദ്രനായിപ്പോയി, കുരുടനായിപ്പോയി, ദർശനം നഷ്ടപ്പെട്ടു. സ്തോത്രം. പിന്നെ നഗ്നനായി തീർന്നു. നിന്റെ ദൈവം തന്ന വസ്ത്രം നീ മലിനമാക്കി കളഞ്ഞു. കാരണം ഇതിനെല്ലാം ഒറ്റ കാരണമേ ഉള്ളൂ, നീ ധനവാനും സമ്പന്നനുമായിരിക്കുന്നു എന്ന നിന്റെ ഹൃദയത്തിലെ ചിന്താഗതിയാണ് നിനക്ക് ഇത്രയും നാശം സംഭവിച്ചിരിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് എന്ത് ചെയ്യണം? മലയിലെ കർത്താവ് പറയുന്നു, സ്തോത്രം, ഞാൻ വാതിക്കൽ വന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. പ്രൈസ് എടുക്കുക. അവന് കൊടുക്കുന്ന പ്രതിഫലം എന്നതാ, സ്തോത്രം, ഞാനും ജയിച്ച് എന്റെ പിതാവിനോടുകൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ ആത്മാവ് സൗരോട് പറയുന്നു എന്ന് ചെവിയോടൊക്കെ. സ്തോത്രം. അപ്പൊ പ്രതിഫലം ലഭിക്കുന്നത് സിംഹാസനം. പ്രൈസ് ലോർഡ്. എഫെസസ് സഭയ്ക്ക് കിട്ടുന്ന ജീവവൃക്ഷത്തിന്റെ ഫലമാണ്. അപ്പൊ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, നമ്മൾ നഗ്നനും കുരുടനും ചെവിടനും, പ്രൈസ് ലോർഡ്, ആ സ്തോത്രം, അരിഷ്ടനുമായി കഴിഞ്ഞാൽ നിശ്ചയമായി നമ്മുടെ പ്രതിഫലം നമുക്ക് നഷ്ടപ്പെടും. ചിലപ്പോൾ നിത്യതയെ നമുക്ക് നഷ്ടപ്പെടും. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് എന്തുകൊണ്ട് ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ മടങ്ങി വരണം. പ്രൈസ് ലോർഡ്. ഇവിടെ ലവോദിക്ക സഭയോട് പറയുന്നത്, സ്തോത്രമില്ല, ആരാണെന്നറിയാം? വിശ്വസ്തനും സത്യവാനുമായ സാക്ഷ്യമായി ദൈവദൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളിച്ചെന്നു. സ്തോത്രം. ലവോദിക്ക എന്ന് പറഞ്ഞാൽ ലോകമായിട്ട് ഇടകലർന്നിരിക്കുക, ദൈവമായിട്ടുള്ള ഒരു ബന്ധം നഷ്ടപ്പെട്ടിരിക്കുക. അതുകൊണ്ട് സഭ മൊത്തം അടച്ചു കളഞ്ഞു. നീ സഭ, സ്തോത്രം, തുറക്കുമെന്ന് തന്നെ അറിയുന്നില്ല. കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നു. ഇപ്പോൾ എല്ലാവരും എന്ത് ചെയ്തു? കർത്താവ് അവരുടെ കൂടാരങ്ങളിൽ വെച്ച് മാനസാന്തരപ്പെടുത്തി എടുത്തുകൊണ്ടിരിക്കുക. സ്തോത്രം. കർത്താവിന്റെ വരവ് ഏത് സമയത്തും നടക്കും. അപ്പൊ ചുരുക്കം പേർക്ക് മാത്രമേ ഇവിടെ വിട്ട് നിത്യരാജ്യം പ്രാപിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ലവോദിക്ക സഭയ്ക്കകത്തുനിന്ന് ആരും പുറപ്പെട്ടു പോവുകയില്ല. കാരണം അവർ നിർഭാഗ്യവാനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനുമായി തീർന്നിരിക്കും. അവൻ ധനവാനാണ്, അവൻ സമ്പത്ത് വർദ്ധിച്ചവനാണ്. സ്തോത്രം. അങ്ങനെയുള്ളവർക്ക് സ്വർഗരാജ്യം പ്രാപിക്കാൻ പറ്റത്തില്ല. സ്തോത്രമില്ല. ഈ വചനങ്ങളാ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ശരീരമാകുന്ന ഈ മന്ദിരം ശുദ്ധീകരിച്ച് ദൈവത്തിന്റെ കാവളം കേൾക്കുമ്പോൾ നമുക്ക് പുറപ്പെടുവാൻ നമ്മൾ തയ്യാറായിരിക്കണം. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കണം.